യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വരാമരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങൾ, പ്രയാസങ്ങളിൽ നിന്നൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിച്ച് നമ്മെ കാത്തു പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ ഈ പകൽക്കാലം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം ഈ പൽക്കാലം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയെത്തീരും. കഴിഞ്ഞ നാളുകളിൽ കരം പിടിച്ച് നടത്തിയ കർത്താവ് ഈ പകൽക്കാലവും നമ്മെ കരം പിടിച്ച് നമ്മെ എത്തിക്കേണ്ടടുത്ത് കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയെത്തീരും. ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടി ഈ പൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുക. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന പൽക്കാലമായി തീരട്ടെ. ആമേൻ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. മുമ്പിൽ വാതിലുകൾ അടയപ്പെടുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പുതുവഴി തുറന്നു തരും. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവപൈതലേ, മുമ്പിലും പിന്നിലുമെല്ലാം വാതിലുകൾ അടയപ്പെട്ട് എങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് നിൽക്കുന്ന അനുഭവത്തിലായിരിക്കാം. പക്ഷേ ഈ പൽക്കാലം പറയട്ടെ, മുന്നിലും പിന്നിലും വാതിലുകൾ അടയപ്പെടുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പുതുവഴി തുറന്നു തരും. സ്തോത്രം. നാം ഇതുവരെ നടക്കാത്ത, അതെ, നാം ഇതുവരെ കാണാത്തതായ ഒരു പുതുവഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. നമ്മുടെ ദൈവം പുതിയതിന്റെ ദൈവമത്രേ. സ്തോത്രം. അങ്ങനെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി, ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലിനു വേണ്ടി ഈ പകൽക്കാലം ഒരു പുതുവഴി തുറന്നു തരും. നാം അതിൽ കൂടി കടന്ന് ദൈവിക വാഗ്ദത്തത്തിലേക്ക് കടക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം നിരാശപ്പെടേണ്ട. നാം ചിലപ്പോൾ നാം ചിന്തിക്കാത്ത വാതയായിരിക്കാം ദൈവം നമുക്കായി തുറന്ന് തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നാം നിരാശപ്പെട്ടും ആകുലപ്പെട്ടും ഇരിക്കുമ്പോൾ, അതേ സ്തോത്രം, നാം ചിന്തിക്കാത്ത രീതി ദൈവം നമുക്ക് വേണ്ടി പുതുവഴി തുറന്നു തരും. പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോ ഹല്ലേലൂയ ഒത്തിരി തടസ്സങ്ങൾ കാണുമായിരിക്കാം, ഒത്തിരി പ്രതികൂലങ്ങൾ കാണുമായിരിക്കാം. ഇവിടെ കൊണ്ട് തീരും, ഇവിടെ കൊണ്ട് അവസാനിക്കും എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ തുറക്കേണ്ട വാതിൽ ദൈവം നിങ്ങൾക്കായി തുറന്നു തരും. അതിനെ തടയുവാൻ, അതിനെ അടയ്ക്കുവാൻ ആർക്കും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെയൊക്കെ ഈ പൽക്കാലം വിശ്വാസത്തോടു കൂടി ആയിരിക്കുക. മുമ്പിൽ വാതിലുകൾ അടയപ്പെടുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പുതുവഴി തുറന്നു തരും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹോവയായ ദൈവം തന്റെ വാഗ്ദത്ത ജനമായിരിക്കുന്ന ജനത്തെ ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ തങ്ങൾ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. മുന്നിലും പിന്നിലും പ്രതികൂലങ്ങൾ, എങ്ങനെ കടന്നു പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലത്തിൽ വിശ്വസിക്കാം. മുൻപിൽ ചില ചെങ്കടലിൽ കാണുമായിരിക്കാം, പക്ഷേ ആ ചെങ്കടലിന്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലത്തുകൂടി നിങ്ങൾ കടക്കാൻ പോകുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വഴികൾ, ചില പെരുവഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോനും കൂട്ടർ നിൽക്കുന്നുണ്ട്. ഇരു സൈഡിലും മതിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെ പോണമെന്നറിയത്തില്ല, എങ്ങനെ വാഗ്ദത്തത്തിലേക്ക് കയറുമെന്നറിയത്തില്ല. മുമ്പിൽ നിൽക്കുന്ന വലിയൊരു വാഗ്ദത്തമാണ്. പക്ഷേ അവരുടെ മുൻപിൽ യാതൊരു വഴിയും ഇല്ലാതെ നിൽക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവജന ഇവിടെ കൊണ്ട് തീരും, ഇവിടെ കൊണ്ട് അവസാനിക്കും, ഇതാണ് എന്റെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവരുടെ മുമ്പിലുള്ള എല്ലാ പ്രതീക്ഷകളും
അസ്തമിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന വിളിച്ചിറക്കിയ ദൈവം, വിശ്വസ്തനായിരിക്കുന്ന ദൈവം, വഴിയിൽ ഉപേക്ഷിക്കാത്തത് ദൈവം, ചെങ്കടലിൽ കണ്ട് മാറിപ്പോകാത്തതായ ദൈവം, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ആ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് അവരെ ആ ഒരു വഴി കൂടി അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അനേകം മൈൽ വിസ്തൃതിയുള്ള ഒരു പാത ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ഇടുങ്ങിയ വഴി കൂടി അവർ കടന്നു പോയെന്നല്ല നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരു മരുഭൂമി പെരുവഴി ഒരുക്കി കൊടുത്ത് ഇസ്രായേൽ ജനതയെ നടത്തിയതായ ദൈവം ഇവിടെ ചെങ്കടലിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ നടുവേ വലിയൊരു വഴി ദൈവം ഒരുക്കി കൊടുത്തു. അനേകം മൈൽ അവിടെ വചനത്തിൽ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അനേകം മൈൽ വിസ്തൃതിയുള്ള ഒരു പാത ദൈവം ഒരുക്കി കൊടുക്കുവാനായിട്ട് ഇടയത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ മുമ്പിൽ വാതിലുകൾ അടയപ്പെട്ട അനുഭവത്തിലായിരിക്കാം, പിന്നിലും പ്രതികൂലങ്ങളായിരിക്കാം. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഒരു നിമിഷത്ത് ആകുലപ്പെട്ട് ചിന്തിച്ച് ഭാരപ്പെട്ട് നിൽക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പുതുവഴി തുറന്നു തരും. സ്തോത്ര, ഹല്ലേലൂയ. ഇവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനതയെ ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ നടുവിലെ കാണുന്ന, പക്ഷേ അവിടെ നമുക്ക് കാണാൻ മുന്നോട്ടുള്ള വാക്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കുന്നു. രാത്രി മുഴുവനും മിസ്രൈമയുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വേണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘസ്തംഭവും അന്ധകാരവും ആയിരുന്നു, ഇവർക്ക് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. പ്രിയ ദൈവമക്കളെ, രാത്രിയുടെ അനുഭവങ്ങളെ, ഇരുളേറിയ അനുഭവങ്ങളെ പ്രകാശമാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അന്ധകാരത്തിന്റെ മണ്ഡലത്തിൽ ആയിരിക്കുമ്പോ, ഇരുളേറിയ അനുഭവത്തിൽ കൂടി നീ കടന്നു പോകുമ്പോ നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർക്കുക. നിന്റെ ഇരുളേറിയ പാതകളിൽ പ്രകാശം പരത്തുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഈ പകൽക്കാലം വെളിപ്പെടും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവർക്ക് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഹല്ലേലൂയ. അതെ, ചില രാത്രിയുടെ അനുഭവങ്ങളെ, ചില ഇരുളേറിയ അനുഭവങ്ങളെ എന്റെ സ്വർഗത്തിൽ ദൈവം പ്രകാശമാക്കി തീർക്കും. ഹല്ലേലൂയ. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നീ സ്റ്റെപ്പ് വയ്ക്കുന്നത് വരെ ശത്രു സൈന്യത്തിന് നിന്നോട് അടുക്കുവാൻ കഴിയാതെ വേണം എന്റെ ദൈവം തമ്പുരാൻ അതിന്റെ മധ്യേ നിൽക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. നീ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഭയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലയുടെ ഒരു രോമം പോലും ശത്രുമണ്ഡലത്തിന് തൊടുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഇപ്പോൾ കാലം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും എന്ന് വിശ്വസിക്കാം. അവിടെ കാണുവാൻ സാധിക്കുന്നു, മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവന് മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അതിലെ അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞ്. സ്തോത്രം. ഒരിക്കലും വെള്ളം തമ്മിൽ വേർപിരിയാൻ കഴിയാത്തവണ ചെങ്കടല അവരുടെ മുമ്പിൽ നിന്ന്, പക്ഷേ തന്റെ കൈ, മോശയുടെ കൈ അതിന്റെ നേരെ നീട്ടിയപ്പോ, ദൈവം പറഞ്ഞതനുസരിച്ച് നീട്ടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിന്ന് വാഗ്ദത്തത്തിലേക്ക് കടത്തിവിടാതെ വെല്ലുവിളിക്കുന്ന ഏത് ശക്തി ആയിക്കൊള്ളട്ടെ, അതിന് ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാശക്തിയാ രണ്ടായിട്ട് വിഭാഗിച്ചു മാറ്റും. ഹല്ലേലൂയ. നീ ചിലത് കടന്നു പോകും. തിരുവചനത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 66 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്, അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ കാൽനടയായി നദി കടന്നുപോയി. ഈ 2025 ചിലതൊന്നും കടന്നു പോകത്തില്ല. ഇവിടെ കൊണ്ട് നീ തീരുമെന്ന് ലോകം നിന്നെ നോക്കി പറയുമ്പോ, നിന്റെ തലമുറയെ നോക്കി പറയുമ്പോ, ചില അനർത്ഥങ്ങൾ വരുത്തി, ചില ജീവന ആപത്തുകൾ വരുത്തി, ചില പ്രതികൂലങ്ങൾ വരുത്തി നിന്നെ ഇതിനകത്ത് പിടിച്ച് ഒതുക്കി നിന്നെ ഇതിനകത്ത് തീർക്കുമെന്ന് ശത്രുമണ്ഡലം വാദിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, അവർ കാൽനടയായി നദി
കടന്നു പോയി. ഹല്ലേലൂയ. ഈ 2025 നീ ചിലത് കടന്നു പോകും. ഹല്ലേലൂയ. അതെ, ചിലത് കടന്ന് 2026 കടക്കുന്നത് ചില വാഗ്ദത്തത്തിലേക്കായിരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. 2025 നീ കടന്നു പോകത്തില്ല എന്ന് പറയുമ്പോ പല സമുദ്രത്തിന്റെ അനുഭവങ്ങൾ, നദിയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിയായി നിൽക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം തമ്പുരാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ ഉണങ്ങിയ അവസ്ഥയാക്കി മാറ്റും. ഹല്ലേലൂയ. അതിനെ നിർമൂലമാക്കി കളയും. ഹല്ലേലൂയ. അത് മാത്രമല്ല, അവർ കാൽനടയായി നദി കടന്നുപോയി. ഈ പകൽക്കാലം വിശ്വസിക്കുക. പ്രതികൂലത്തെ കണ്ട് ഭാരപ്പെടണ്ട, പ്രതിസന്ധിയെ കണ്ട് ഭാരപ്പെടണ്ട. നീ ചിലത് കടന്ന് പോകാൻ പോകുക. ഹല്ലേലൂയ. നീ ചിലതിനെ കടക്കാൻ പോകുക. നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില രോഗങ്ങളായിരിക്കാം, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില സാമ്പത്തിക തകർച്ചയായിരിക്കാം, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സ്തോത്ര ഹല്ലേലൂയ ചില പ്രതിസന്ധിയുടെ അനുഭവങ്ങളായിരിക്കാം. അതിനെ നീ കടക്കാൻ പോകുക. സ്തോത്ര. അതേ, സ്തോത്ര ഹല്ലേലൂയ. കടക്കുവാനായിട്ട് നീ പോകുമ്പോ പ്രശ്നം മൂർച്ഛിച്ച് കടന്നു വരുന്നുണ്ടായിരിക്കാം. ഇത് നീ കടക്കത്തില്ല എന്ന് നിന്റെ മൈൻഡിൽ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ 2025 നീ ചിലത് കടന്നു പോകും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ചില അനർത്ഥങ്ങളെ വിട്ട് നീ കടക്കുവാനായിട്ട് ഇടയായിത്തീരാ. ചില പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയത്തില്ല. ചില വാഗ്ദത്തങ്ങളിലേക്ക് നീ നടന്ന് കയറാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ അവിടെ വചനത്തിൽ കാണുന്നു, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ ചിലതൊക്കെ മാറിപ്പോകുക, അത് ആഴത്തിലേക്ക് ഉൾവലിയാൻ പോകുക. സ്തോത്ര. നിന്നെ പേടിപ്പിക്കുന്ന, നിങ്ങളെ ഭയപ്പെടുത്തി ആകുലപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, അതേ സ്തോത്രയുടെ വചനത്തിൽ പറയുന്നു, ആഴങ്ങൾ കടന്റെ ഉള്ളിലേക്ക് ഉറച്ചുപോയി. ചിലത് ഉള്ളിലേക്ക് പോകാൻ പോകുക. നിന്നെ ഫ്രീ ആക്കേണ്ടതിനായിട്ട് നിന്റെ വിടുതന്റെ ദിവസമാണെന്ന് ചിന്തിക്കുക. നീ അത്ഭുതങ്ങളിലേക്ക് കടക്കുന്ന പകൽക്കാലമാണെന്ന് വിശ്വസിക്കുക. പ്രിയതേ മക്കളെ, സ്തോത്രം. ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. കൂടെ പ്രാർത്ഥിക്കുന്നവർ കാണുമായിരിക്കാം, നിന്നോട് ദൈവസ്വത്വം അറിയിക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷേ ഇസ്രായേൽ ജനത നമുക്ക് കാണുമ്പോൾ സാധിക്കുന്നു, മോശ നിയോഗിച്ചത് പ്രകാരമായിട്ട് ഇസ്രായേൽ ജനതയെ വഴി നടത്തുവാൻ മോശ കൂടെയുണ്ട്. പക്ഷേ മോശയ്ക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ഒരു വഴിയാ ദൈവം തമ്പുരാൻ ചെങ്കടലിന് മുമ്പിൽ തുറക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറഞ്ഞത് സ്തോത്രം, ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ഒരു വഴി. ഹല്ലേലൂയ. ദൈവജനമേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ദൈവത്തിന്റെ സ്വന്നെ കാത്തിരുന്ന ദൈവ പൈതലെ, ആർക്കും തെളിഞ്ഞു കിട്ടാത്ത, എത്രയൊക്കെ നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ അതേ സ്തോത്രം വെളിപ്പെടാത്ത ഒന്നായിരിക്കും സ്തോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത്. നീ അതിൽ കൂടി കടക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കടന്റെ നടുവിൽ ഉടങ്ങിയ നിലത്തുകൂടി നടന്നു പോയി. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. അതിന്റെ നടുവിൽ കൂടി, ആ ചെങ്കന്റെ നടുവിൽ കൂടി, ഹല്ലേലൂയ അതെ, നീ ഇന്ന് നിൽക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ കൂടി നിനക്ക് നടന്നു പോകേണ്ടതിനു വേണ്ടി ദൈവം ഉണങ്ങിയ നിലമാക്കും. ആ വിഷയത്തെ ദൈവം തമ്മിൽ നിലം പരിചയാക്കും. നീ ആ വിഷയത്തിന്റെ നടുവിൽ കൂടി നടന്ന് ദൈവിക വാഗ്ദത്തത്തിലേക്ക് കടക്കും. ഹല്ലേലൂയ. ഇനി പകൽക്കാലം സ്തോത്രം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇവിടെ കൊണ്ട് തീർന്നു. വാഗ്ദത്തമുണ്ട്. 2025 എനിക്ക് അതിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇനി ദിവസങ്ങൾ മാത്രമല്ലേ മുന്നിലുള്ളൂ എന്ന് ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഇല്ല ദൈവ പൈതലേ, 2025 നിന്നോട് പറഞ്ഞതായ ദൈവ ശബ്ദം ദൈവം അത് നിറവേറ്റും. ഹല്ലേലൂയ. പിന്നെ എന്നെങ്കിലും 2026 നിനക്ക് വേണ്ടി തരുന്നൊരു ദൈവമല്ല, 2025 നിന്നോട് പറഞ്ഞതായ
ദൈവിക സത്യങ്ങളെ മറച്ചു വയ്ക്കാതെ വേണം വെളിച്ചത്ത് കൊണ്ടുവരുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ കര, ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് ഇസ്രായേൽ ജനതയെ വാഗ്ദത്തത്തെ കടത്തിവിട്ടതായ ദൈവ, പാറയെ പിളർന്ന് ജനത്തിന് വെള്ളത്തെ കൊടുത്തതായ ദൈവ, മാറയുടെ അനുഭവത്തെ മാറ്റിക്കൊടുത്തതായ ദൈവ, അതേ സ്തോത്രം നിന്റെ ജീവിതത്തിനകത്തും ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, മുമ്പിൽ എല്ലാം അടയപ്പെട്ട അനുഭവത്തിലായിരിക്കാം, ഇനി മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് കഴിയത്തില്ല എന്ന ആകുലതയുടെ അനുഭവത്തിലായിരിക്കാം ഈ പകൽക്കാലമായിരിക്കുന്നത്. എന്റെ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറന്നു തരും. ഇതുവരെ നിങ്ങൾ കാണാത്ത, ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? ചെങ്കടൽ ആർത്തിരച്ചു വരുന്നത്, പിന്നിൽ ഫറവോനും കൂട്ടരും നിന്നോട് അടുക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിന്ന് വേദനിക്കുന്ന അനുഭവത്തിലായിരിക്കാം, ഹൃദയം പിടയുന്ന അനുഭവത്തിലായിരിക്കാം ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നത്. പക്ഷേ അതിന്റെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പേരുവഴി തുറന്ന് തരും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അതിവിസ്തൃതമായിട്ടുള്ള ഒരു വലിയ ദൈവം പാതയെ തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ആ പാതയെ ആർക്കും അടയ്ക്കാൻ കഴിഞ്ഞില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അതിന് ആർക്കും അടപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കടക്കേണ്ടവരെല്ലാം, ഹല്ലേലൂയ, ദൈവം നിശ്ചയിച്ചിരിക്കുന്നവരെല്ലാരും അതിൽ കൂടി കടക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പൽക്കാലം വിശ്വാസത്തോടും പ്രത്യാശയോടും ധൈര്യത്തോടും ഇരിക്കുക. നിരാശകളെ നാം പുറത്താക്കി കളയുക. നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം വാക്കുമാറാത്ത ദൈവം അത്രേ. ഹല്ലേലൂയ. വഴികൾ അടയപ്പെട്ടുകൊള്ളട്ടെ പ്രിയ ദൈവമക്കളെ. മാനുഷികമായിട്ടുള്ള വഴികൾ അടഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ സ്തോത്ര ബുദ്ധി കൊണ്ടുള്ള വഴികളൊക്കെ അടഞ്ഞുകൊള്ളട്ടെ. പക്ഷേ നമ്മുടെ ബുദ്ധികൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര, ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കര ഈ പകൽക്കാല നമുക്ക് വേണ്ടി ചലിക്കുമെന്ന് വിശ്വസിക്കുക. 74 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 13 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു, ലിവ്യതന്റെ തലകളെ നീ തകർത്തു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി എത്രയും മറ്റൊന്ന്. ഹല്ലേലൂയ. അതേ സ്തോത്രം. അവരെന്ത് ഭക്ഷിക്കും, അവരെന്ത് കഴിക്കും എന്ന് ആകുലപ്പെട്ട സാഹചര്യത്തെ, അതേ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ച് ലിവ്യതന്റെ തലകളെ തകർത്തുകൊണ്ട്, സ്തോത്രം, അവർക്ക് കയ്യെത്തി പിടിക്കുന്ന രീതിയെ, ഹല്ലേലൂയ, കാടകളെ കൊണ്ട് നിർത്തിക്കൊടുത്തതായ സ്വർഗത്തിലെ ദൈവം, സമുദ്രത്തെ വിഭാഗിച്ചു കൊടുത്തതായ ദൈവം, നിന്റെ ജീവിതത്തിനകത്ത് എന്റെ ദൈവം തമ്പുരാൻ ചിലതിനെ ചെയ്യുവാനായിട്ടിടയത്തിനും. എത്ര തന്നെ നിന്റെ മുമ്പിൽ നിന്ന് വഴി മാറത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ദൈവത്തിന്റെ മഹാശക്തി കൊണ്ട് ചിലതിനെ രണ്ടാക്കി മാറ്റാൻ പോകുക. നിനക്കുള്ള വഴി, നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള വഴി, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ തന്നെ ദൈവം തുറക്കും. ഈ പകൽക്കാലം അങ്ങനെ തന്നെ വിശ്വസിക്കാം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രശ്നം വലുതായിരിക്കാം. ആരൊക്കെ വിചാരിച്ചാൽ ആ പ്രശ്നത്തെ രണ്ടാക്കി മാറ്റാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കാം, ആ പ്രശ്നത്തിന്റെ സങ്കീർണതയെ മാറ്റാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കും. പക്ഷേ ഉടയവന്റെ ശക്തി, ആ മഹാശക്തി ആ വിഷയത്തിന്റെ നടുവിലേക്ക് ഒന്ന് അടിച്ചു കഴിയുമ്പോ, ഹല്ലേലൂയ, ആ വിഷയത്തിന്റെ നടുവിലേക്ക് ഒന്ന് ഇറക്കി കഴിയുമ്പോ നിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, നിന്റെ തലമുറയുടെ പ്രശ്നങ്ങളായിരിക്കാം, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ജോലി മേഖലയുള്ള പ്രശ്നങ്ങളായിരിക്കാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെ രണ്ടായിട്ട് വിഭാഗിക്കുവാൻ കഴിയുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര, ആ മഹാശക്തി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഈ പകൽക്കാലം ദൈവം അടിക്കും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, തന്റെ മഹാശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. ഈ പകൽക്കാലം ചിലതൊക്കെ വിഭാഗിക്കപ്പെടുന്ന പകൽക്കാലം അത്രേ. അപ്പോൾ വിഭാഗിക്കപ്പെടുമ്പോ അതിന്റെ നടുവിൽ ഒരു വഴി നീ കാണും. ആ വഴി കൂടി നടന്ന്, ഹല്ലേലൂയ, ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾ കടക്കുവാനായിട്ടിടയത്തിരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മുമ്പിൽ വാതിലുകൾ അടയപ്പെടുമ്പോ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പുതുവഴി
പുതുവഴി തുറന്നു തരും. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പുതുവഴി തുറന്നു തരും. നിന്റെ ആത്മീയ മേഖലയ്ക്ക് വേണ്ടി പുതുവഴി തുറന്നു തരാം. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പുതുവഴി തുറന്നു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിന്റെ നടുവിലാണോ അതിനകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം പുതുവഴി തുറന്നു തരും. ഹല്ലേലൂയ. അതേ സ്തോത്രം. നാം ചിന്തിക്കാത്ത രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി പുതുവഴി തുറന്നു തരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരുവാൻ ഒരു റൈറ്റ് ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം ആയി കഴിയുമ്പോ ഇനി ആരെല്ലാം എന്തെല്ലാം തടസ്സങ്ങൾ നിന്നെന്ന് പറഞ്ഞാല്, എന്തെല്ലാം പ്രതികൂലങ്ങൾ അതിനകത്തുണ്ടെന്ന് പറഞ്ഞാല്, എന്തെല്ലാം കൊടുങ്കാറ്റുകൾ അതിനെ തകർക്കുവാനായിട്ട് ഉണ്ടെന്ന് പറഞ്ഞാല്, അതിനെയൊക്കെ ദൈവം മാറ്റിവെച്ചിട്ട്, അതിനെയൊക്കെ ദൈവം നീക്കിക്കളഞ്ഞിട്ട്, അതിനെയൊക്കെ നിന്റെ മുമ്പാകെ നിന്ന് വിഭാഗിച്ച് കളഞ്ഞിട്ട് ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നു തരും. ആ വഴിയെ അടപ്പാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ഈ പൽക്കലം വിശ്വാസത്തോടും പ്രത്യാശയോടും ആയിരിക്കാം ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്തതായ ദൈവം ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ നമുക്ക് വേണ്ടി ദൈവം വഴി തുറന്നു തരും. ചെങ്കടൽ വലിയൊരു വിഷയമായിരിക്കാം, പക്ഷെ ആ ചെങ്കടന്റെ നടുവിൽ കൂടി നീ നടന്നു പോകുന്നത് ഒന്ന് കണ്ടു തുടങ്ങി. സ്തോത്ര ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി വഴി ഒരുക്കുന്നത് കണ്ടു തുടങ്ങേ. അതുകൊണ്ട് യഹോവേ ദൈവം മോശയോട് പറഞ്ഞത് അവരോട് ഭയപ്പെടേണ്ട, അവരോട് മുന്നോട്ട് പോകാൻ പറയാ. സ്തോത്രം. ചിലത് കണ്ട് ഭയപ്പെട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ നിന്നോട് പറയാനായിട്ടുള്ളത് അതേ സ്തോത്രം ഹല്ലേലൂയ, നീ മുന്നോട്ട് പോക. നീ മുന്നോട്ട് പോകുമ്പോ നിനക്ക് വേണ്ടി ദൈവം അവിടെ വഴികളെ തുറന്നു തരും. ഹല്ലേലൂയ സ്തോത്രം. നീ പിന്നിലേക്ക് പോകാനല്ല, വീണ്ടും അടിമത്തത്തിലേക്ക് പോകാനല്ല, വീണ്ടും നിന്നെ ശത്രുവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു ദൈവമല്ല. സ്തോത്രം. നീ വീണു പോകാൻ ഇടയാക്കാത്ത വണ്ണം, നീ തകർന്നു പോകാൻ ഇടയാക്കാത്ത വണ്ണം നിന്നെ പിൻപറ്റി വരുന്ന ശത്രുമണ്ഡലം ചിന്തിക്കുമായിരിക്കാം, ഇപ്പോൾ നിന്നെ പിടിക്കാം, ഇപ്പോൾ അവർ തിരിച്ചു വരും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവരുടെ ചിന്തകളെ മാറ്റിക്കളഞ്ഞിട്ട് എന്റെ ദൈവം അവരെ നോക്കി നിൽക്കേ നിന്നെ വാഗ്ദത്തത്തിലേക്ക് കയറ്റുവാനായിട്ട് ഇടയത്തിനും. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ദൈവം നിനക്ക് വേണ്ടി ഒരു മഹാശക്തിയുള്ള കാറ്റിന് ദൈവം അടുപ്പിക്കും. പ്രിയ ദൈവമക്കൾ, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിന്റെ ടൈം അത്രേ. അങ്ങനെ ഈ പൽക്കല ഞാൻ പറയട്ടെ, മാറി മാറി പലരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ചോദിക്കുന്നുണ്ടായിരിക്കാം ഇതിന്റെ പിന്നിൽ എന്തായിത്തീരും. വാഗ്ദത്തമുണ്ട്, 2025 എന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം. ആർക്കും ഒന്ന് തെളിഞ്ഞു വരുന്നില്ലായിരിക്കാം, പക്ഷെ ആർക്കും വെളിപ്പെടുത്താത്ത ഒന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. 2025 തീരുന്നതിന് മുമ്പേ ആ വഴി നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനത്രേ. ചെങ്കടലിൽ മുക്കിക്കളയുന്നൊരു ദൈവമല്ല, ശത്രുവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു ദൈവമല്ല, ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു ദൈവമല്ല. തന്റെ പിതാവിന്റെ ഇഷ്ടപ്രകാരം നിനക്ക് വേണ്ടി വഴി തുറന്നു തന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കയറ്റുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ആ കരത്തിൽ പിടിച്ച് നീ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കേ. ചില ചെങ്കടകൾ രണ്ടായിട്ട് ഭാഗിക്കപ്പെടും. ദൈവം നിനക്ക് വേണ്ടി പുതുവഴി തുറക്കപ്പെടും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മുമ്പിലും പിന്നിലും പ്രതികൂലമാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോ, ഇവിടെ കൊണ്ട് ഇതെല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോ, പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം തന്റെ ജനത്തോട് അരുളി ചെയ്തതായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അവർക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഈ പകൽക്കാലം ഒരു പുതുവഴി തുറക്കണം കർത്താവേ. ഇവർ ചിലത് കടന്നു പോകട്ടെ കർത്താവേ. ഇവരുടെ മുമ്പിൽ ചിലത് വിഭാഗിക്കപ്പെടട്ടെ കർത്താവേ. ഇവർ അതിന്റെ നടുവിൽ കൂടി കർത്താവേ ദൈവിക വാഗ്ദത്തത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടക്കട്ടെ കർത്താവേ. അപ്പാസ്തോത്രം 2025 ഇവിടെ കൊണ്ട് തീരും, വാഗ്ദത്തത്തിലേക്ക് കടക്കത്തില്ല എന്ന് ശത്രുമണ്ഡലം വാദിക്കുമ്പോ ഇവർ ചിലതിന്റെ മധ്യേ കൂടി നടന്ന് ചിലതിനെ കടന്ന് കയറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി ഈ പകൽക്കാലം പുതുവഴി തുറക്കട്ടെ. ആരുടെ ഹൃദയത്തിൽ കാണാത്ത ചിന്തിക്കാത്ത ഒന്ന്, ആരുടെ കണ്ണിൽ കാണാത്ത ഒന്ന്, ആരുടെ മനസ്സിൽ തോന്നാത്ത രീതിയിലുള്ള ഒരു പുതുവഴി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന് വേണ്ടി ഈ പകൽക്കാലം തുറക്കട്ടെ കർത്താവേ.
കർത്താവിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.